ഗുരുദേവ, അങ്ങയെ മനസ്സിലാക്കാൻ വളരെ പ്രയാസമാണ്. അങ്ങയെ മനസ്സിലാക്കാനുള്ള വഴി എന്താണ്? നിങ്ങൾ നിങ്ങളെ സ്വയം മനസ്സിലാക്കൂ, എന്നാൽ എന്നെ മനസ്സിലാക്കാൻ എളുപ്പമാണ്. എന്തിനെ എന്നെ അറിയാൻ ശ്രമിക്കുന്നത്? ഒരു കൊച്ചുകുട്ടി അമ്മയെ എങ്ങനെയാണ് അറിയുന്നത്? പക്ഷെ അമ്മയെ വളരെയധികം സ്നേഹിക്കുന്നു. ഈശ്വരനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയില്ല. ഈശ്വരനെ സ്നേഹിക്കാനേ സാധിക്കുകയുള്ളൂ. ഒരു കൊച്ചു കുഞ്ഞ് ജനിച്ച ഉടനെ അമ്മയുടെ മുഖത്ത് നോക്കി ചോദിക്കുവോ, നിങ്ങൾ ഏത് സ്കൂളിലാ പഠിച്ചേ, പേരെന്താ, എവിടുന്നാ ഡിഗ്രി എടുത്തേ? ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. കൊച്ചു കുഞ്ഞ് കണ്ണു തുറക്കുന്നു, അമ്മയുടെ കണ്ണുകളിലേക്ക് നോക്കുന്നു, പിന്നെ സ്നേഹം മാത്രം. അങ്ങനെ തന്നെയാണ് പരമാത്മാവ്, ജ്ഞാനി, ഗുരു. നിങ്ങളും അത് തന്നെയാണ്. നിങ്ങളെ ആർക്കാണ് പൂർണ്ണമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുക? ആർക്കും മനസ്സിലാവില്ല. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ ശരിക്കും അറിയില്ല. നിങ്ങൾക്ക് എങ്ങാനൊരു തോന്നൽ വന്നാൽ നിങ്ങളെ അറിയാമെന്ന്, എന്നാൽ പ്രശ്നമാകും. നിങ്ങളുടെ ദൃഷ്ടി വളരെ ചുരുങ്ങിയതാണ്. ആദ്യം സ്വയം മനസ്സിലാക്കൂ, നിങ്ങൾക്ക് നിങ്ങളെ സ്വയം അറിയില്ല എന്ന്. സ്വയം അറിയാം എന്നുള്ള വിചാരം കളയൂ. നമ്മൾ എപ്പോഴും നമ്മളെ കുറിച്ച് മനസ്സിലാക്കുന്നത് നമ്മളിലെ ഗുണങ്ങളെ വെച്ചും ദോഷങ്ങളെ വെച്ചുമാണ്. എന്നിട്ട് അതിനെ കുറിച്ച് വിഷമിക്കുന്നു. നിങ്ങൾ നിങ്ങളുടെ ഗുണവുമായി ഇഴുകി അങ്ങോട്ട് ചേരുമ്പോൾ അഹങ്കാരിയായിട്ട് മാറണു. പിന്നെയോ നമ്മുടെ ദോഷങ്ങളുമായിട്ട് ചേരുമ്പോഴോ ആത്മനിന്ദ ചെയ്യുന്നു. അഹങ്കാരത്തിന്റെയും ആത്മനിന്ദയുടെയും ഇടയിലൂടെ നിങ്ങൾ വട്ടം കറങ്ങണു. അതുകൊണ്ട് ഏറ്റവും നല്ലത് സ്വയം മനസ്സിലാക്കൂ, എനിക്ക് എന്നെ കുറിച്ച് അറിയില്ല എന്ന്. ഇതാണ് സത്യം. നിങ്ങൾക്ക് മനസ്സിലായി എന്നുള്ള വിചാരം വളരെ പരിമിതമാണ്. നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ച് പൂർണ്ണമായിട്ട് അറിയുകയില്ല.